ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ബർന്നബാസ് അപ്പസ്തോലൻ നിന്ന് വിളിക്കപ്പെട്ട ബർന്നബാസിൻ്റെ തിരുനാൾ നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കുകയാണ്. ഈ ആഘോഷവേളയിലാണ് നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്കുള്ള വലിയൊരു വിചിന്തനത്തിന് ദൈവം നമ്മുടെ കാതുകളെയും നമ്മുടെ ജീവിതത്തെയും വഴിതിരിക്കുക. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ തന്നെ അനേകമാണ്. കാരണം ഓരോ വരികളിലും അതിൻ്റേതായ വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാലും ഏതാനും ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് നമുക്ക് എടുക്കാം. ഈശോ ആദ്യം തന്നെ ശിഷ്യന്മാരോട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നൊക്കെ പ്രസംഗിക്കുവാനായിട്ട് ആഹ്വാനം നൽകുകയാണ്. ഈ പ്രസംഗം ആഹ്വാനം നൽകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈശോ തന്നെ പുതിയതായി കണ്ടുപിടിച്ച ഒരു ആഹ്വാനമല്ല ഇത്. യോഹന്നാനും ഇത് തന്നെയാണ് പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെടുവിൻ. ഇത് തന്നെയാണ് യോഹന്നാനും പറഞ്ഞത്, ഈശോയ്ക്ക് മുൻപേ തന്നെ യോഹന്നാൻ പറഞ്ഞത്. അപ്പം ഈശോയും യോഹന്നാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുക. അപ്പം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാനും ഈശോയും ജനതകളോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടതും അത് തന്നെയാണ് പ്രസംഗിച്ചതും. എന്താണ് ഈ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവാനായിട്ടുള്ള കാരണം? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവാനുള്ള കാരണം ഇതാണ്: ഈശോയുടെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഈശോ അവരോട് കൂടെ ആയിരുന്നത് കൊണ്ട് ദൈവരാജ്യം അവരുടെ കൂടെയുണ്ട് എന്നുള്ളൊരു സൂചനയാണ് നൽകുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവരാജ്യം ഇച്ചിരി ദൂരെയല്ല, അല്ലെങ്കിൽ ഇനി വന്നുകൊണ്ടിരിക്കുന്ന സമയമല്ല, നേരെ മറിച്ച് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ശിഷ്യന്മാരോട് അരുളി ചെയ്യാനോ അല്ലെങ്കിൽ ലോകമെങ്ങും പോയി പ്രസംഗിക്കുവാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്: ദൈവരാജ്യം ഓൾറെഡി ഇപ്പം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട്, ആദ്യം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു വിശ്വാസമാണ് നിങ്ങളിലേക്ക് ഉണ്ടാകേണ്ടത്. നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് ദൈവരാജ്യം ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ, അനുഗ്രഹങ്ങൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊരിക്കലും വിശ്വസിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കരുത്. അനുഗ്രഹങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, സമയമുണ്ട് എന്നല്ല. ദൈവാനുഗ്രഹം നിരന്തരമായി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ആദ്യം വിശ്വസിക്കുന്നത്. അതാണ് ഈശോ ഇന്ന് ആ ശിഷ്യന്മാരോട് പറയുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് അവരോട് പറയുമ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ വിശ്വസിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ആ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഈശോയുടെ ശിഷ്യന്മാരോടാണ് പറയുക. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ശിഷ്യനെ അപ്പസ്തോലനാക്കി മാറ്റുന്ന ഒരു അവസരമാണിത്. എന്താണ് ഈ അപ്പസ്തോലൻ? അപ്പസ്തോലൻ്റെ ഈ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥത്തിൽ പറയുക, ഒരു കാര്യത്തെ പ്രസംഗിക്കുവാനായിട്ട് അധികാരത്തോടെ പറഞ്ഞു വിടുന്ന അവസ്ഥ. ശിഷ്യന് അധികാരമില്ലായിരുന്നു, നേരെ മറിച്ച് അപ്പസ്തോലനായപ്പോൾ അധികാരത്തോടെ പറയുവാൻ കിട്ടുന്നൊരവസ്ഥ. നമ്മൾ ഓരോരുത്തരും അപ്പസ്തോലന്മാരായി തീർന്നതാണ് കേട്ടോ. നമ്മൾ ഓരോരുത്തരും മാമോദീസായിലൂടെ അധികാരത്തോടെ, ജലം നമ്മുടെ മുകളിലേക്ക് വീണപ്പോൾ അധികാരത്തോടെ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരികയും അധികാരത്തോടെ നമ്മളെ വലിയൊരു പ്രോത്സാഹനം നൽകിക്കൊണ്ട് നിന്റെ ജീവിതത്തിലൂടെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് നീ മറ്റുള്ളവരുടെ നീ പറഞ്ഞു പഠിപ്പിക്കുക, അല്ലെങ്കിൽ നീ മറ്റുള്ളവർക്ക് സാക്ഷി നൽകുക എന്നുള്ള ഒരു കാര്യം ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രസംഗിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സുവിശേഷ ഭാഗത്തിലേക്കും കടന്നു ചെല്ലുക. അതിനുശേഷം ഈശോ കുറച്ച് താക്കീതുകൾ നൽകുകയാണ്. ഈശോ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുകയാണ്. സാധാരണ പണ്ട് പാരമ്പര്യ കാലങ്ങളിലും ഇപ്പോഴും അതെ, യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് യാത്ര ചെയ്യും. ഞാൻ എപ്പോഴും ഈശോയെക്കുറിച്ച് ഓർക്കുന്ന ഒരു കാര്യം, ഈശോ എന്നെ ഒരു മനുഷ്യനെ യാത്ര ചെയ്യുമ്പോൾ ഒരു രണ്ട് വസ്ത്രങ്ങളൊക്കെ എടുക്കാതെ എങ്ങനെ അല്ലേ, നമ്മൾ ഒരു വസ്ത്രം തന്നെ ഒരു ദിവസം തന്നെ നമ്മൾ വേറെ ദുർഗന്ധമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അല്ലേ? ഈ യാത്ര ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ചെമ്പ് നാണയമോ സ്വർണമോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്തായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പം അന്നത്തെ കാലഘട്ടത്ത് ഇവർ ഈ അരക്ക് ചുറ്റിനും ഈ സ്വർണവും വെള്ളിയൊക്കെ ഇങ്ങനെ ചുറ്റി എടുത്തുകൊണ്ട് പോകും. അതിന് അവർ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന കാര്യം, യാത്രാ സമയത്ത് ഇത് ഇരട്ടിയാക്കാനുള്ള വഴികളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഏതെങ്കിലും രീതിയിൽ ഇത് ഇരട്ടിയാക്കാനുള്ള വഴികൾ. അപ്പം അങ്ങനെ ഇരട്ടിയാക്കുന്ന വഴികൾ കർത്താവ് പറയണം, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നീ നേരിട്ട് ഒരു സ്ഥലത്തേക്ക് നിന്നെ അയക്കുമ്പോൾ നീ നേരെ പോവുക. എന്തുകൊണ്ടാണ് ഇനിയൊരു വസ്ത്രമോ ഇനിയൊരു ചെരുപ്പോ അല്ലെങ്കിൽ ഇനിയൊരു എന്നാ പറയുന്നത് സഞ്ചിയോ ഒന്നും എടുക്കരുതെന്ന് കർത്താവ് പറയുന്നതിൻ്റെ ഒരു ലളിതമായ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: നിനക്ക് അധികമായ ഭാരം നീ ചുമന്നുകൊണ്ട് പോകരുത്. നീ എന്താണോ
നിന്നിലേക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ശുശ്രൂഷ എന്താണോ അത് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ അതിനുവേണ്ടി നീ പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി നീ ഇറങ്ങി പുറപ്പെടുക. നിനക്ക് നിൻ്റെതായ അധികമായ ഭാരങ്ങൾ നീ ചുമക്കരുത്. ദൈവാനുഗ്രഹം പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പറ്റുന്ന ഒരു കാര്യം, ദൈവാനുഗ്രഹം നമ്മൾ പ്രസംഗിക്കും, നമ്മുടെ പേരിൻ്റെ കീർത്തിയും കൂടെ നമ്മൾ പ്രസംഗിക്കും. പലപ്പോഴും നോക്കിക്കേ, പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മുടെ പേരിൻ്റെ കീർത്തിയും കൂടെ നമ്മൾ ഇച്ചിരിയും കൂടെ കയറ്റി പറയും. അതാണ് നമുക്ക് ആ രണ്ടാമതായി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആയിട്ട് എടുക്കുന്ന സാധനം. അതാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം ആ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യത്തെ മാറ്റിവെക്കാനാണ് ഈശോ പറയുക. പിശാചുകളെ ബഹിഷ്കാൻ, രോഗികളെ സൗഖ്യപ്പെടുത്താൻ, ഇതൊക്കെ പറയുകയാണ്. ഇതിനൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിന് ശേഷം ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ ഒരു കാര്യം കൂടെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം അവിടെ ഉണ്ടാകട്ടെ. ആ സമാധാനം ഉള്ളവർക്ക് അത് ലഭിക്കും, അതില്ലാത്തവരാണെങ്കിൽ അതിൽ നിന്ന് കടന്നു പോകും. എന്താണ് ഈശോ എന്നാ പറയുന്നത്, അന്നത്തെ കാലത്തെ ഷാലോം അല്ലെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഏത് പട്ടണങ്ങളിൽ ചെല്ലുമ്പോഴും നിങ്ങൾ സമാധാനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. കാതുള്ളവനോ അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നവൻ്റെ ഹൃദയത്തിലേക്ക് ഈ സുവിശേഷം കടന്നു ചെല്ലട്ടെ. കേൾക്കാത്തവൻ്റെ ഇടയിൽ നിന്ന് ആ സുവിശേഷം അത് വെറുതെ പോവുകയില്ല, അത് വീണ്ടും നിന്നിലേക്ക് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മളെ സൂചിപ്പിക്കുക. അപ്പം ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം, നീ പ്രസംഗിക്കുന്ന സുവിശേഷം മറ്റുള്ളവർക്ക് നൽകുക. മറ്റുള്ളവരത് സ്വീകരിച്ചില്ലെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടരുത്, നേരെ മറിച്ച് സന്തോഷിക്കുക. ആ സുവിശേഷത്തിൻ്റെ ഭാഗ്യം വീണ്ടും നിന്നിലേക്ക് തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ വ്യാഖ്യാനങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാം. നമ്മുടെ ജീവിതത്തിലും പല അവസരങ്ങളിൽ, പല രീതികളായ അവസരങ്ങളിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന ചിന്ത നമുക്ക് ഇല്ലാതായിട്ടുണ്ട്. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ചിന്ത നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. വെറും ഒരു ശിഷ്യനായിരുന്ന അല്ലെങ്കിൽ ശിഷ്യയായിരുന്ന ഞാൻ ആ നേരം മുതൽ അപ്പസ്തോലനായി മാറി അധികാരത്തോടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അധികാരത്തോടെ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ, യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന്, സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പ്രസംഗിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുകയാണ്. അധികാരത്തോടെ ഈശോ നമ്മളെ പറഞ്ഞു വിടുകയാണ്. വെറും ഒരു അലസനായിട്ടോ വെറും ഒരു ശിഷ്യനായിട്ടോ അല്ല, അധികാരത്തോടെ ഒരു അപ്പസ്തോലനായിട്ട് പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിടുമ്പോൾ നമ്മുടേതായ കീർത്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമുക്ക് ഭാരമായി മാറും, അധികമായി മാറും. നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ നമ്മുടെ കീർത്തിക്ക് വേണ്ടി, നമ്മുടെ പേരിന് വേണ്ടി, നമ്മുടെ പേര് മേന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ താത്തിക്കെട്ടി നമ്മുടെ മേന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പലതും നമുക്ക് അധികമായി മാറും. ആ അധികമായി മാറുന്ന അവസ്ഥയെ വിട്ടൊഴിഞ്ഞ് വീണ്ടും നമുക്ക് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഒരു മടിയും കാണിക്കരുത്. ഏത് സ്ഥലത്താണെങ്കിലും തമ്പുരാനെ പ്രകീർത്തിക്കുവാൻ ഒരു മടിയും കാണിക്കാതെ തമ്പുരാനെ പ്രകീർത്തിക്കുക. തമ്പുരാനെ പ്രകീർത്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടവും കാണരുത്. കാരണം അവർ കേട്ടില്ലെങ്കിലോ, സുവിശേഷം അവരനുസരിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം അവർ കേൾക്കാൻ മടി കാണിച്ചില്ലെങ്കിലോ നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ ദൈവാനുഗ്രഹം വീണ്ടും നിങ്ങളിലേക്ക് നിറയുകയാണ്. ദൈവമക്കളെ, നമുക്ക് ഇന്നത്തെ ദിവസം ആത്മാർത്ഥമായ വിചിന്തനം ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ചെയ്യാം. ഏതെങ്കിലും ഒരു സമയം തമ്പുരാന്റെ നാമം മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ? തമ്പുരാന്റെ നാമം എത്തിക്കുന്നത് വെറും ഈശോയുടെ നാമം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഒരാളെ സ്നേഹിക്കുകയും അതുകൊണ്ടാണ് പറയുന്നത് പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും, അല്ലെങ്കിൽ തനിക്ക് നൽകിയ അധികാരങ്ങൾ ഇതൊക്കെയാണ്. മറ്റുള്ളവരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കരുതുകയും, മാതാപിതാക്കളോട് അനുസരണയോട് ജീവിക്കുകയും, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുകയും, അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ മക്കളെ സ്നേഹവാത്സല്യത്തോടെ വളർത്തുകയും, കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവും ഭാര്യയും സ്നേഹത്തോടെ ആയിരിക്കുകയും, ഇതൊക്കെയാണ് സ്നേഹബന്ധത്തിൽ അപ്പസ്തോലനെ പോലെ തന്നെ ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുന്നത്. അപ്പം അതിനുവേണ്ടിയുള്ള ഭാഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൃപയ്ക്ക് വേണ്ടിയും ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.